ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ രജനികാന്തിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ കൂലി. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി എല്ലാവരും ഒരുപോലെ തന്നെ ഉറ്റുനോക്കുന്നത് സിനിമയുടെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകളിലേക്ക് തന്നെയായിരിക്കും. ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ ആദ്യ ദിവസം ഏറ്റവും ഉയർന്ന കളക്ഷൻ പ്രീസെൽ കളക്ഷൻ ആയിട്ട് നേടിയെടുത്ത 3 സിനിമകളെ കുറിച്ചാണ്. അതിൽ ഇപ്പോഴത്തെ കൂലി എന്ന സിനിമയുടെ കേരള ആദ്യ ദിവസത്തെ പ്രീസെൽ വന്നപ്പോൾ 8,05,00,000 രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ. കൂലിയുടെ 8 കോടിയിലേക്കുള്ള എൻട്രിയോട് കൂടി മൂന്നാമതൊരു താരത്തിന്റെ 8 കോടി എൻട്രി ആയിട്ട് കൂലിയുടെ എൻട്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ലാലേട്ടനും വിജയും കേരള ബോക്സ് ഓഫീസിൽ 8 കോടിക്ക് മുകളിലെ കളക്ഷൻ കണ്ടിട്ടുണ്ട്. ഇനി ലാലേട്ടന്റെ എമ്പുരാൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ പ്രീസെയിൽ FT കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഈ വർഷം മാർച്ചൽ തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ ആദ്യ ദിവസം കേരളത്തിൽ പ്രീസെയിലായിട്ട് 12,40,00,000 ഗ്രോസ് ആണ് നേടിയെടുത്തത്. ഫാൻ ഷോയിൽ നിന്നുള്ള കളക്ഷൻ കൂട്ടാതെയുള്ള സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ 11,69,00,000 രണ്ടാം സ്ഥാനത്ത് മറ്റൊരു ലോകേഷ് ചിത്രം കൂടിയായ ലിയോ എന്ന സിനിമയാണ്. വിജയ് നായകനെത്തിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷൻ ആയിട്ട് ഫാൻ ഷോ കളക്ഷൻ കൂട്ടാതെ 8,80,00,000 ഫാൻ ഷോ കളക്ഷൻ കൂട്ടി 9,50,00,000 പ്രീസെയിലായിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ എമ്പുരാൻ ലിയോ എന്നീ സിനിമകൾക്ക് പിന്നിൽ 3-ാം സ്ഥാനത്ത് കൂലിയും ഇടം പിടിച്ചിരിക്കുകയാണ്. 8,05,00,000 രൂപയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ. ഇനി നാം ഉറ്റുനോക്കുന്നത് ആദ്യ ദിവസം കൂലിക്ക് എത്രത്തോളം ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്നാണ്. നേരത്തെ ഒരു സമയത്ത് എമ്പുരാൻ എന്ന സിനിമയെ മറികടക്കുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചു. എന്നാൽ എമ്പുരാനെ തൊടില്ല എന്ന് ഉറപ്പായതാണ്. ശേഷം ലിയോ എന്ന സിനിമയുടെ കളക്ഷൻ മറികടക്കുമെന്ന് പ്രതീക്ഷിച്ചു. ലിയോയെയും ഇപ്പോൾ തൊടില്ല എന്ന് നിസ്സംശയം പറയാം. ഒരു സമയത്ത് കൂലി എന്ന സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെ ലഭ്യമായിരുന്നെങ്കിൽ ഒരു വിദൂര സാധ്യതയുണ്ടായിരുന്നു ലിയോയുടെ 12 കോടി FT കളക്ഷൻ മറികടക്കാൻ. എന്നാൽ ഇനി അതിനൊരു സാധ്യതയുമില്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇനി 10 കോടിയിലേക്ക് കൂലി എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം ഇന്ന് കേരള ഗ്രോസ് നേടിയെടുക്കാൻ കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അതിനും നിലവിൽ നാം ഒരു 50-50 സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ഒരുപക്ഷെ 10 കോടി കടക്കാം, അതല്ലെങ്കിൽ 10 കോടി കടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതിന്റെ കാരണം കൂലിക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. വലിയ പ്രതീക്ഷകളുമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ഒരുപക്ഷെ സിനിമ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകൾ വരെ ഉണ്ട്. നേരത്തെ എമ്പുരാന്റെ കാര്യത്തിൽ ഇത് കണ്ടതാണ്. ഒരു സമയത്ത് കേരളത്തിൽ ആദ്യ ദിവസം 15 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പ്രതീക്ഷ സ്ഥാനത്ത് പിന്നെ എത്തിയത് സിനിമ 14,07,00,000 എന്തായാലും കൂലിയുടെ യഥാർത്ഥ കളക്ഷൻ നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ കിങ് ആയിട്ട് തന്നെ തുടരും. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.